ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി മറ്റൊരു എപ്പിസോഡിലേക്കാണ് സ്വാഗതം. ഇന്ന് നമുക്കറിയാം എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു വലിയ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഡിയോഡറൻ്റാണ് ഫോഗ് എന്ന് പറയുന്നത്. ഫോഗിൻ്റെ പരസ്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അവർ മെയിനായിട്ട് എയിം ചെയ്ത് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഈ ഒരു സ്പ്രേക്കകത്ത് അല്ലെങ്കിൽ ഡിയോഡറിൻ്റെ അകത്ത് സാധാരണ ഡിയോഡറിനെ അപേക്ഷിച്ചിട്ട് ഗ്യാസിൻ്റെ അളവ് കുറവാണ്, പകരം ലിക്വിഡ് കൂടുതലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മൾ എന്താണ് ഇവർ പറയുന്ന കാര്യം സത്യമാണോ എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് മറ്റൊരു ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡിൻ്റെ ഒരു ഡിയോഡറൻറ്റിൻ്റെ കാര്യമുണ്ട്. അപ്പോൾ ഇതിനെ പരസ്പരം നമുക്കൊന്ന് കമ്പയർ ചെയ്യും. കാരണം ഇതെന്ന് പറഞ്ഞാൽ ഷുർ എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ്, നല്ല ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡഡ് കമ്പനിയാണ്. അപ്പോൾ അതിനെ നമുക്ക് കുറച്ച് ലോക്കലായിട്ടൊന്നും പറയാനും പറ്റില്ല. ഓക്കെ, ഇത് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് തന്നെ. അപ്പോൾ ഇത് തമ്മിൽ നമുക്കൊന്നും പരസ്പരം താരതമ്യം ചെയ്ത് നോക്കാം. അപ്പോൾ എന്നാലും ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കാതെ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ റൈറ്റ് നൗ. അപ്പോൾ ഇതിലും മനോഹരമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോ വേണ്ടി നമുക്ക് വരാം. അതുവരേക്കും അപ്പോൾ കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് മനോഹരം. നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വീഡിയോവുമായി. ഞാൻ വരും, നിങ്ങളുടെ സ്വന്തം ജോബി വയലുങ്കൽ. അതുവരേക്കും ഷോർട്ട് ബ്രേക്ക്. ടെസ്റ്റിങ്ങിൻ്റെ ആദ്യത്തെ ഭാഗം എന്ന നിലയിൽ ഞാൻ ഈ ബോട്ടിൽ ജസ്റ്റ് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാകും. ആദ്യത്തെ സാധനം തന്നെ ഈ ഫോഗ് പറയുന്നത് സത്യമാണോ, ഇതിൻ്റെ അകത്ത് ഗ്യാസ് അല്ലെങ്കിൽ മറ്റ് കണ്ടൻറ്റ് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ എന്നാലും ഇതാണ് രണ്ട് ബോട്ടിൽ. അപ്പോൾ ആദ്യം തന്നെ ഈ ഫോഗ് നമുക്ക് ഞാൻ ഇന്ന് ജസ്റ്റ് ക്യാമറയുടെ അടുത്ത് ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ. ശരിയാണ്, ഫോഗിൻ്റെ ഈ ഒരു ബോട്ടിൽ ഇളക്കിയപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ഒരു വെള്ളമൊക്കെ ഈ കിടക്കുന്ന പോലുള്ള ഒരു ഫീല്, ശരിക്കും ആ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ശരിയല്ലേ? എന്നാൽ അതുപോലെ തന്നെയുള്ള ഈ ഒരു ഡിയോഡറിൻ്റെ കൂടെ നമുക്കൊന്ന് ഇളക്കി നോക്കാം. കണ്ടോ, ഇത് ഇളക്കി നോക്കിയാൽ അതുപോലെ ഒരു വെള്ളത്തിൻ്റെ ഒരു ഫീല് നമുക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ അകത്ത് ശരിക്കും എനിക്ക് തോന്നുന്നു ഈ അളവിനേക്കാൾ കൂടുതൽ ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ഇതിന് ഡിഫറൻസ് ആയിട്ട് തോന്നുന്നു ഈ കമ്പനി പറയുന്ന പോലെ തന്നെ ഇതിനകത്ത് ഗ്യാസ് അല്ല, കൂടുതൽ വെള്ള കണ്ടന്റ് അല്ലെങ്കിൽ എന്താണ് ഇതിനെ ഉപയോഗിക്കുന്ന കെമിക്കൽസ് എന്താണോ അത് ആ ഒരു വെള്ളത്തിൻ്റെ രീതിയിൽ കൂടുതൽ ലിക്വിഡ് ഫോമാറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ ഉണ്ട് എന്ന് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ നോക്കുന്നതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം. പക്ഷെ എന്ന് കരുതി നമ്മളെ ബാക്കിയുള്ള എല്ലാ ഡിയോഡറൻറ്റും ഗ്യാസ് മാത്രമാണ് പുറപ്പെടുവിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്നാൽ ഈ ഒരു കണ്ടന്റ് നമുക്ക് ഒന്നുകൂടെ ക്ലിയർ ആക്കാൻ വേണ്ടി നമുക്ക് മറ്റൊരു പരീക്ഷണം കൂടെ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ രണ്ട് നിങ്ങളെ അടുത്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫോഗ്, ഇത് ഷുർ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല, ഈ ഫോഗിനെ പോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണിത്. അപ്പോൾ ഈ കമ്പനി നമ്മൾ സിമ്പിളായിട്ട് കാണാൻ പറ്റില്ല. ഇവരുടെ ഈ ഒരു സ്പ്രേ അല്ലെങ്കിൽ ഈ ഒരു ബോഡി ഡിയോഡറൻറ്റ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളമാണ്. കാരണം നല്ല സ്മെല്ല് അത്യാവശ്യം ഉള്ള ഒരു കമ്പനി തന്നെയാണിത്. അപ്പോൾ എന്തായാലും ഫോഗിന് സ്മെല്ല് കുറവോ സംഭവം ഒന്നുമില്ല, നല്ല സ്മെല്ല് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവർ പറഞ്ഞിരിക്കുന്ന പോലെ ഗ്യാസിൻ്റെ അളവ് കുറവാണ് എന്ന് പറയുന്നുണ്ട്. കൂടുതലും ഈ ഡിയോഡറൻറ്റ് അല്ലെങ്കിൽ ആ സ്പ്രേയുടെ അല്ലെങ്കിൽ ആ ലിക്വിഡിൻ്റെ അംശമാണ് കൂടുതലെന്ന് പറയുന്നത്. അത് ശരിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒന്നുകൂടി നമുക്ക് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ ശരിക്ക് എന്തോ ലിക്വിഡ് ശരിക്ക് ഒരുപാടുള്ള പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ കുലുക്കുമ്പോൾ ഇതിന് ഒരു അനക്കമുണ്ട്, പക്ഷേ മറ്റേതുപോലെ ഒരു വെള്ളം അല്ലെങ്കിൽ ആ ലിക്വിഡ് നമുക്ക് ഫീൽ ചെയ്യുന്ന പോലെ ഇല്ല എന്നത് മാത്രമേ ഉള്ളൂ. കണ്ടോ, ഇനി നമുക്ക് ഇതിൻ്റെ സ്മെല്ല് സത്യം പറഞ്ഞാൽ നമുക്ക് ഈ വീഡിയോയിൽ ജസ്റ്റ് നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. അപ്പോൾ എന്താണെങ്കിലും ഇത് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് വ്യക്തമായിട്ട് അത് അറിയാവുന്നേ ഉള്ളൂ. ഈ സ്മെല്ല് നമുക്ക് സെപ്പറേറ്റ്ലി ഒന്ന് നോക്കാം എന്താണെങ്കിലും.
ഞാനത് പറയാം. പക്ഷേ അതിന് മുമ്പായിട്ട് നമുക്ക് നോക്കാൻ പറ്റിയ മറ്റ് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ലിക്വിഡിൻ്റെ അളവിനെ പറ്റിയും അല്ലെങ്കിൽ ലിക്വിഡിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്തത് ഇവിടെ ചെറിയ 2 ബൗൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ലിക്വിഡാണോ എങ്ങനെയാണോ അതോ ഗ്യാസ് മാത്രമാണോ വരുന്നതെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ നമ്മുടെ ഈ ഫോഗ് സ്പ്രേ ചെയ്യാം. ഞാൻ ഇത്രത്തോളം ഒന്ന് സ്പ്രേ ചെയ്തിട്ടുണ്ട്. നമുക്ക് വെള്ളത്തിൻ്റെ അംശം നല്ല രീതിയിൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഞാനൊരു 3-4 തവണ സ്പ്രേ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ലിക്വിഡിൻ്റെ അംശം ഇതാണ്. ഓക്കെ, ഇത്രത്തോളമാണ് ലിക്വിഡ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ ഒരു സ്പ്രേയും കൂടെ ഒന്ന് അടിച്ചു നോക്കാം. ഒന്ന് കുലുക്കിയിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ഒന്ന് സ്പ്രേ ചെയ്യാം. നമ്മൾ സ്പ്രേ അടിക്കുമ്പോൾ ശരിയാണ്, ഗ്യാസ് ഒരുപാട് വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അളവ് ഈ ഗ്ലാസ്സിലേക്ക് നോക്കി നമ്മൾ ഇത്രത്തോളം തന്നെയാണ് അത് സ്പ്രേ ചെയ്ത് ഇതിൻ്റെ ഗ്ലാസിൻ്റെ അളവിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഞാൻ കാണിച്ചു തരാം. ഒന്നുകൂടെ അടുപ്പിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് ഒരു പാട പോലെയാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ. ഏറ്റവും അടിഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ചെറിയൊരു പാട പോലെ എന്താ തോന്നാം. അതൊരു വെള്ളമായിട്ട് ഒരു ലിക്വിഡായിട്ട് ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇങ്ങനെ നോക്കിയാൽ തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും വരാനില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അടിയിൽ നിങ്ങൾക്ക് കാണാം ഒരു മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചാൽ അതിൻ്റെ ആ ഒരു മെഴുക് ഒഴുകി വന്ന് എങ്ങനെ ഇരിക്കും, ആ ഒരു രീതിയിൽ ആ ഒരു കളറിലാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ ഇവിടെ കാണാൻ പറ്റുന്നത്. പക്ഷെ മറിച്ച് നമ്മൾ ഫോഗിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ വെള്ളം പോലെ അല്ലെങ്കിൽ മറ്റു ലിക്വിഡ് പോലെ എന്താണോ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കെമിക്കല് ആ ഒരു സാധനം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവർ പറയുന്നത് ബേസിക്കലി പറയുന്ന സംഭവം ലിക്വിഡിൻ്റെ അംശം കൂടുതലുണ്ട് എന്ന് പറയുന്നത് സത്യമാണ്. പക്ഷെ എന്ന് കരുതി സ്മെല്ല് വരണമെങ്കിൽ ലിക്വിഡ് വേണം എന്ന് തന്നെ നമുക്ക് പറയുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും മറ്റൊരു കാര്യം കൂടെ നമുക്ക് ചെയ്യാം ഇതോടൊപ്പം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ഇതിന് ബേസിക്കലി ഈ ഇതുപോലെ ഡിയോഡറൻ്റ് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഡിയോഡറൻ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ആൽക്കഹോളിൻ്റെ അംശമാണ് ഇതിൻ്റെ അകത്തുള്ളത്, അല്ലെങ്കിൽ ആ കണ്ടന്റാണ് ഡിയോഡറൻ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി സാധാരണ ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് കത്തിച്ച് നോക്കാം എങ്ങനെ വർക്കൗട്ട് ആവുമെന്ന്. തീപ്പെട്ടിക്കളി ഒഴിച്ച് കത്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ശരിക്ക് അത് കത്തുന്ന കാണാം. നമുക്ക് മറ്റേതും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. അതിൻ്റെ വർക്കൗട്ട് ആവുന്ന നമുക്കതും കാണാം. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാം നിങ്ങൾക്ക് കാണാൻ എളുപ്പത്തിന്. ഇത് രണ്ടും വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാമെന്ന് എനിക്ക് വിചാരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ലിക്വിഡിൻ്റെ അംശം കൂടുതലുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നു. മറ്റേത് ലിക്വിഡിൻ്റെ അംശമല്ല കൂടുതലുള്ളത്. ഷൂർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ആ ഒരു തീ കെട്ടുപോയിട്ടുണ്ട്. ഇത് ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇതിൻ്റെ അകത്ത് നേരത്തെ പറഞ്ഞ പോലെ ആൽക്കഹോളിൻ്റെ അംശം കൂടുതലുണ്ട്. അതനുസരിച്ച് അവർ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്, ആൽക്കഹോളിൻ്റെ അംശം വർക്കൗട്ട് ചെയ്തിരിക്കുന്ന അനുസരിച്ചാണ് ഈ ഫോഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് തന്നെ ഇവർ പറയുന്നുണ്ട് മെയിൻ കണ്ടന്റിൽ എന്തുകൊണ്ട് ഇത് ഉണ്ടാകുന്നത് എന്ന് വെച്ചാൽ മെയിൻ കണ്ടന്റിൽ ഈഥൈൽ ആൽക്കഹോള് ഇവർ ഉപയോഗിക്കുന്നുണ്ട്. അതായത് 95% ഇവിടെ എഴുതിയിട്ടുണ്ട്. ആൽക്കഹോളിൻ്റെ കണ്ടന്റ് ഇവർ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. 95% ഇവർ ആൽക്കഹോളിൽ കണ്ടന്റ് ഇതിൻ്റെ അകത്തുണ്ട്. സോ അതാണ് ബേസിക്കലി ഈ ലിക്വിഡ് കണ്ടന്റ് ആയിട്ട് ഇവർ ഇവിടെ കാണിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കുലുക്കുമ്പോൾ തോന്നുന്നത്. ഇവിടെ അവർ ആൽക്കഹോളിൻ്റെ കണ്ടന്റ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ പറഞ്ഞ ഫോഗ് ഉപയോഗിക്കുന്ന അത്രയും ആൽക്കഹോൾ കണ്ടന്റ് ഈ കമ്പനി ഉപയോഗിക്കുന്നില്ല താനും. ഓക്കെ, അതാണ് ഇതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ്. എന്തായാലും നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്യാം ആദ്യം. ഇത്രയും നേരമായിട്ടും ഇത് കത്തി തീർന്നിട്ടില്ല. അപ്പോൾ ആൽക്കഹോൾ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം തന്നെ ഇത് കത്തും എന്നുള്ളതാണ് അതിന് മെയിൻ ഒരു കാര്യം. നമുക്കിത് തൽക്കാലം ഊതി കെടുത്തുകയാണ് ഞാനിപ്പോൾ തൽക്കാലം. അപ്പോൾ എന്തായാലും ഈ കമ്പനി പറയുന്ന പോലെ തന്നെ ഫോഗ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഗ്യാസ് അല്ല, ലിക്വിഡ് കൂടുതലായിട്ടുണ്ട് എന്ന് അവർ പറയുന്നത് സത്യം തന്നെയാണ്. കാരണം വെച്ചാൽ ആൽക്കഹോളിൻ്റെ അംശം അവർ കൂട്ടിയ ശേഷം 95% ആൽക്കഹോളിൻ്റെ അംശമുണ്ട്, അതായത് ഈഥൈൽ ആൽക്കഹോളിൻ്റെ അംശമുണ്ട്. ബാക്കി പെർഫ്യൂമോ അങ്ങനെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഫോർമാറ്റിൽ നമുക്ക് കിട്ടുന്നതെന്നുള്ളതാണ്. എന്ന് കരുതി ഈ മറ്റുള്ള
ഈ ഷൂർ എന്ന് പറഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള കമ്പനിയാണ്. ഇവരുടെ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേറൊരു ടൈപ്പാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സ്മെല്ല് നോക്കിക്കഴിഞ്ഞാൽ ഈ ഷൂർ ഉപയോഗിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം നല്ല സ്പ്രേ ആണ് താനും. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഫോഗ് എന്ന് പറഞ്ഞാൽ പെർഫ്യൂം നല്ലതാണ്, അതിന് അവർ ഉപയോഗിച്ചിരുന്ന കണ്ടൻറ്റ് ഡിഫറെൻ്റ് ആണ് എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഇങ്ങനെ ഒരു കണ്ടൻറ്റ് അല്ലെങ്കിൽ ലിക്വിഡ് കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഡിയോഡ്രൻ്റ് സൂപ്പർ ആകുകയുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള സ്പ്രേ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള സ്മെല്ലുണ്ടാവും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതാണ് അതിന് മെയിൻ ഉദാഹരണം, ഇത് അല്ലെങ്കിൽ ഇതുപോലുള്ള മറ്റുള്ള കമ്പനികളും. കാരണം ലിക്വിഡ് ഇല്ലെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ലിക്വിഡിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഡിയോഡ്രൻ്റ് സൂപ്പർ ആകൂ എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റും, അല്ലാതെയും ചെയ്യാൻ പറ്റും. പിന്നെ ഓരോ കമ്പനിക്കും അവരുടേതായ പബ്ലിസിറ്റി ചെയ്യുന്ന മാർക്കറ്റിങ്ങിൻ്റെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഓരോരോ രീതിയുണ്ട്, അത് അവരുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി അനുസരിച്ചൊക്കെ അവർ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പം ഇതാണ് അവർ പരസ്യത്തിൽ പറയുന്നത്, നമുക്ക് ഗ്യാസ് അല്ല കൂടുതൽ, പക്ഷേ കണ്ടൻ്റ് ആണ് കൂടുതൽ ഇതിൻ്റെ അകത്ത് ഉള്ളത് എന്നാണ് പറയുന്നത്. എനിവേ എന്താണെങ്കിലും നമുക്ക് ഈ ഫോഗിൻ്റെ ഒരു ക്വാളിറ്റി ഉപയോഗിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, ഞാനും ഉപയോഗിച്ചിട്ടുണ്ട്, കൊള്ളാം, നല്ല ക്വാളിറ്റി തന്നെയാണ്, അതിന് നമുക്കൊരു കുറ്റവും പറയാനില്ല. പക്ഷേ മറ്റുള്ള ഡിയോഡ്രൻറ്റുമായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, ഈ ലിക്വിഡിൻ്റെ അംശം നമുക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യിക്കുന്നുണ്ട്. വേണമെങ്കിൽ അത് ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ മറ്റുള്ള സ്പ്രേ നിൽക്കുന്നതിൽ കൂടുതലായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ഡിയോഡ്രൻറ്റ് നിൽക്കുന്നതിൽ കൂടുതലായിട്ട് ശരീരത്തിൽ അബ്സോർബ് ചെയ്യും എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫോഗിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ എന്താ ഈ ഫോഗ് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിലും മനോഹരമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോ വേണ്ടി നമുക്ക് വരാം. അപ്പോൾ കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് മനോഹരം. നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വീഡിയോയുമായി. ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബി വയലുങ്കൽ. അതുവരേക്കും ഷോർട്ട് ബ്രേക്ക്.